ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം ഈ അവസരത്തിൽ ഞാൻ ആദ്യമേ പറയാം, ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാം, അമ്മായിയമ്മ സുഖമില്ല. എൻ്റെ അമ്മായിയമ്മയാണ്, ഭർത്താവിൻ്റെ അമ്മയാണ്. അമ്മായിയമ്മ സുഖമില്ലാതെ കിടക്കുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുന്നു. അതല്ല, ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? അമ്മ ICUലായിട്ട് ഇന്ന് 6 ദിവസമായി. ഇന്നാണ് അമ്മയെ പുറത്ത് വാർഡിലേക്ക് ആക്കിയത്. അപ്പോൾ ICUവിനകത്ത് കിടക്കുമ്പോഴും അമ്മയ്ക്ക് ഭയങ്കര ഒരു വിമ്മിഷ്ടവും ഇറിറ്റേഷനും ആയിരുന്നു. ഈ മൂക്കിലും വായിലും ഒക്കെ കൊടുത്തു. പിന്നെ ഞാൻ കയറി നോക്കുമ്പോഴൊക്കെ പറയും, ഇത് നീ ഇവിടെ പോയി കിടക്കുന്നു, എൻ്റെ അടുത്ത് ഇരിക്കാത്തത്, നീ പോവാതെ എന്നാണ് അമ്മ എപ്പോഴും പറയുന്നത്. കാരണം അവർ അവിടെ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ അവരവിടെ കിടക്കുന്നു എന്നുള്ള കാര്യമില്ല. അപ്പോൾ അവർക്ക് ഓർമ്മ വന്നപ്പോഴേ പിറ്റേ ദിവസം തന്നെ നല്ല ഓർമ്മയൊക്കെ വന്ന് ചെറുതായിട്ടൊന്ന് സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കും, ആരൊക്കെ ഉണ്ടോ വരണോ, എന്നെ ആരും നോക്കാനില്ലേ, എന്നെ കൊണ്ട് ഇവിടെ ഇട്ടിക്കുന്നു അനാഥേപോലെ എന്നാണ് അവരുടെ ഒരു ചിന്തയും കാര്യങ്ങളും. അപ്പോഴത്തേക്കും നമ്മൾ ഇതിനിടയ്ക്ക് വെച്ച് 2 സമയം ടൈം മാത്രമേ ഉള്ളൂ. രാവിലെ 7:30ക്കും വൈകുന്നേരം 5 മണിക്ക് മാത്രമേ കയറ്റി വിടുള്ളൂ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട്. 2 പേരെ കയറ്റി വിടുള്ളൂ. അപ്പോൾ ഈ പോയി കയറുന്നവരെ കാണുമ്പോഴുള്ള അവരെ ആർത്തിയും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകും. പക്ഷെ അപ്പോഴും നമുക്ക് സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അമ്മ എന്താണ് പറയുന്നതെന്ന്. അങ്ങനെ ഇന്നലെ പുറത്ത് വാർഡിലാക്കിയ സമയം തൊട്ട് അവിടെ ഇരിക്കുന്നവരെ ഇരുത്തി പൊറപ്പിക്കത്തില്ല. അപ്പം ആരും അവരെ പോയി നോക്കിയില്ല. അപ്പം ICUവിനകത്ത് എല്ലാവരും പോയി നോക്കിയതൊന്നും അവർക്ക് ഓർമ്മയില്ല, അവരത് മറന്നു. പക്ഷേ പറയുന്ന കാര്യങ്ങളെല്ലാം നോർമലായിട്ടുള്ള ഒരാൾ പറയും പോലെയാണ്. സോഡിയം കുറഞ്ഞതിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അമ്മ ഇങ്ങനെ ഇരിക്കുന്നതല്ല. അമ്മ നല്ലൊരു സുന്ദരിയായിരുന്നു. ഞാൻ വന്ന കാലത്ത് നല്ലൊരു സുന്ദരി എന്ന് പറഞ്ഞാൽ നല്ലൊരു സുന്ദരിയായിരുന്നു. നല്ല വെളുപ്പും നല്ല വട്ടമുഖവും നല്ലൊരു സുന്ദരി. പക്ഷേ 79 വയസ്സ് അടുപ്പിച്ചായി. അപ്പോൾ ഇപ്പം ട്യൂബ് ഇട്ടിരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പം കക്കുസി പോകണം, എണീക്കണം, വീട്ടിൽ പോകണം എന്നുള്ള ഒരു വെപ്രാളവും ആ ഒരു വേവലാതി. എന്നെ ഇവിടെ ഇട്ട് തന്നെ കൊല്ലുവോ, ഞാൻ ഇവിടെ മരിച്ചേ ഇവിടെ കൊണ്ടുപോകുള്ളൂ, ഇങ്ങനെയൊക്കെയാണ് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ഒരു അസുഖം വന്ന് ഇത്രയും സീരിയസ് ആയി പോയ ഒരു ആളെ അവർ നല്ല കുറഞ്ഞിട്ടല്ലാതെ പറഞ്ഞു വിടൂല. അപ്പം ഡോക്ടറുടെ മക്കളെയോ മരുമക്കളെയോ ചെറുമക്കളെയോ ഒന്നും അല്ല വഴക്ക് പറയുന്നത്. നോക്കുന്ന ഡോക്ടറെയും നേഴ്സിനെയൊക്കെയാണ് വഴക്ക് പറയുന്നത്. പൈസ പിടുങ്ങാൻ വേണ്ടി ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു, പേര് വെട്ടി വീട്ടിൽ വിടുന്നത്. ഇതിനിടയ്ക്ക് എന്നോട് ചോദിച്ചു, മക്കളെ നമുക്ക് നീ എന്നെ ഇത്തിരി പിടിച്ചു കൂട്ടി നടത്തിക്കൊണ്ട് പോവുമോ, നമുക്ക് ഇവിടെ നിന്ന് പോകാം. എന്നോട് ചോദിക്കണം, ഒളിച്ചോടി പോവാമെന്നു വീട്ടിൽ. ഞാൻ എന്നിട്ട് അകത്താവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അമ്മയ്ക്ക് അതൊന്നും ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാലും ഓർമ്മയൊന്നും കിട്ടുന്നില്ല. മൊബൈൽ വേണം, പിന്നെ 2 ഫ്ലാസ്ക് വേണം. അവരെ ഫ്ലാസ്ക് അവിടെ ഉണ്ട്. അപ്പം ഞാൻ വീട്ടിലെല്ലാം കൊടുത്തയച്ചു എന്നാണ് പറഞ്ഞപ്പോൾ സമാധാനമായി. പിന്നെയും വീണ്ടും 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പം ബാക്കി കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അപ്പം യേശുവിൻ്റെ ഒരു ഫോട്ടോയും കയ്യിൽ പിടിച്ച് വെച്ചും ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ വീഡിയോ എടുക്കാൻ കാരണം എൻ്റെ ഫോണിൽ എങ്ങനെ ഒരു ഷോട്ട് എനിക്ക് കിടക്കട്ടെ, അതെൻ്റെ ഫോണിൻ്റെ ഗാലറിയിലും കിടക്കട്ടെ, എന്നൊരു കാലമായിരുന്നാലും വീഡിയോ കിടക്കട്ടെ. അപ്പം ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുത്തപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ വഴക്ക് പറഞ്ഞു, നീ വീഡിയോ ഒന്നും എടുക്കല്ലേ. അപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ ഉടനെ അവരെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, മിണ്ടാതിരിയടാ, എൻ്റെ പിള്ള വീഡിയോ എടുക്കട്ടെ, എൻ്റെ പിള്ള ഫോട്ടോ എടുക്കട്ടെ, എൻ്റെ ഫോട്ടോ മക്കളുടെ എൻ്റെ ഫോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവർ സ്വമേധയായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് വീഡിയോ എന്ന് പറയാറിഞ്ഞൂടെ, ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഞാൻ എപ്പോഴും പോയാലും അമ്മ ഒരു ഫോട്ടോ എടുക്കാൻ വരികയമ്മ എന്ന് പറഞ്ഞ് വിളിക്കുമ്പം അവരെൻ്റെ കൂടെ വന്ന് നിൽക്കുക. അങ്ങനെ ഒരു മടിയുമില്ല. അങ്ങനെ അഴുക്ക തുണി ഇട്ടിക്കുന്നു, അങ്ങനെ മോശം, അങ്ങനെ ഒന്നും പറയാം. മക്കളെ ചിരിച്ചു കൊണ്ട് എപ്പോഴും ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്ന അമ്മയാണ്. ഇപ്പോൾ അമ്മയ്ക്ക് ആശുപത്രി ഇങ്ങനെ അവർക്ക് പറ്റണില്ല, അവരെ കൊണ്ട് പറ്റണില്ല. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്രയും പെട്ടെന്ന് പോകണം എന്നുള്ളവർ അതിനിടയ്ക്ക് വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നലെ രാത്രി പറയാണ്, നമുക്ക് പോവാം മക്കളെ, പതുക്കെ നീ ഇതിനെ കമ്പി അങ്ങ് താത്ത് വെച്ചിട്ട് നമുക്ക് രണ്ടും കൂടെ പതുക്കെ ഇറങ്ങി അങ്ങ് നടന്ന് പോവാം, എന്നെ നീ ഇത് പിടിച്ചോണ്ടാൽ മതി എന്ന്. അപ്പം വീട്ടിലെത്താനുള്ള ഒരു മനസ്സിൻ്റെ ഒരു ആഗ്രഹം. മറ്റന്നാൾ എനിക്ക് മോളെയും കൊണ്ട് ആശുപത്രി പോകണം. അപ്പം അമ്മ എത്രയും പെട്ടെന്ന് സുഖമായി വീട്ടിൽ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.